പുളി വളരെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പുളി വെക്കുന്നതിനായിട്ടൊരു ഭരണിയാണിത്. ഇതേപോലെ ഒരു ഭരണി, നനവൊന്നുമില്ല, നല്ല ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ളൊരു ഭരണി എടുത്തിട്ട് അതിൽ ആദ്യമായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. കുറേശ്ശെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോരോ ലെയറായിട്ട് എടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഫുള്ള് പുളിയും നമ്മൾ ഇതേപോലെ ഓരോരോ ലെയറിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പുളി ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിൽ പുളിക്കകത്ത് പ്രാണി ഒന്നും കയറത്തില്ല. എത്ര നാൾ വേണേലും അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും ഇതെങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ഹെൽപ്പായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതേപോലെ അടച്ചു വെക്കാവുന്നതാണ്. നനവുള്ള കൈ കൊണ്ട് ഇത് എടുക്കുകയേ ചെയ്യരുത്, അത് സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഈ ഉപ്പ് വെച്ചിട്ട് ഇതിന് മുമ്പ് ചെയ്തിരുന്ന പുളിയാണ് കേട്ടോ. ആ പുതിയ പുളിക്ക് എപ്പോഴും ഒരു ബ്രൗൺ കളറാണ്. നമ്മൾ ആ ഉപ്പിട്ട പുളിക്ക് ഇതാ ബ്ലാക്ക് കളറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്, ബൈ.